പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യ ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആമീൻ. ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 132 എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുവാനും പഠിക്കുവാനും പോകുന്നതായ വിഷയം സ്നാനത്തിലെ ദുരുപദേശങ്ങളെക്കുറിച്ചാണ്. സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശമെന്ന് പൗലോസ് എഴുതുമ്പോൾ ക്രിസ്തീയ സ്നാനത്തിന് വ്യക്തമായ കൽപ്പനകൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകളെ അവിശ്വസിക്കുകയും അതിനെ മാറ്റിയും മറിച്ചും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഈ കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. വിശ്വാസത്യാഗിയായ സിയോൻ എന്ന ഇസ്രായേലിനെ വിശേഷിപ്പിച്ചതുപോലെ പുതിയ നിയമസഭയെയും വിശേഷിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. കാരണം അനേകർ നിത്യജീവൻ്റെ വചനം വിശ്വസിപ്പാൻ മനസ്സാകാതെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന്, അതായത് സഭയിൽ നിന്ന് വേർപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വാസ സമൂഹമാണ് എന്നാണ് സ്വയം വിശ്വസിക്കുന്നത്. എന്നാൽ ഇപ്രകാരം ഈ പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങളിലേക്ക്, അതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വഴിയെന്ന് തെറ്റിദ്ധരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോകുന്ന അനേകരും ചെന്നെത്തുന്നത് ക്രിസ്തുവിൻ്റെ എതിരായി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിലേക്കാണ്. ഇത് ഏദനിൽ തുടങ്ങി മരുഭൂമിയിൽ കർത്താവിനെ പരീക്ഷിക്കുകയും തുടർന്ന് കൂടെ പരീക്ഷകനായി കർത്താവിനെ പിൻപറ്റുകയും ചെയ്തിട്ട് ക്രൂസിലെ മരണം ഒഴിവാക്കുവാൻ സാധ്യമാകാതെ വരികയും കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ സൃഷ്ടിക്ക് വീണ്ടെടുപ്പ് നൽകുകയും ചെയ്തതിലുള്ള കലിപൂണ്ട പൈശാചിക തന്ത്രങ്ങൾ വഴിയാണ് നിത്യജീവൻ്റെ വചനം വിട്ട് ജനം മാറിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെയും രക്ഷിക്കപ്പെടുന്നുവെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അവരെ രക്ഷയുടെ തുറമുഖത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റുന്ന ഒരു പൈശാചിക തന്ത്രം അവരറിയാതെ അവരെ രക്ഷയിൽ നിന്ന് മാറ്റുകയാണ് യഥാർത്ഥം ചെയ്യുന്നത്. തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് അധികാരങ്ങളെ നൽകുന്ന വേദഭാഗം, അതിനെ ദി ഗ്രേറ്റ് കമ്മീഷൻ എന്നാണ് വേദപണ്ഡിതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരോട് അവരെ അടുത്ത് വിളിച്ച് പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ്. ഇവിടെ മലയാളത്തിൽ ജാതികൾ എന്ന് എഴുതിയിരിക്കുന്നത് നേഷൻ എന്നാണ്. ഇംഗ്ലീഷിലെ എല്ലാ വെർഷനിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജാതികൾ എന്ന തർജ്ജമ തീർച്ചയായും തെറ്റ് തന്നെയാണ്. സർവ മനുഷ്യരെയും സർവദേശക്കാരെയും ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഗുരുവിൻ്റെ കൽപ്പന എന്നുള്ളത് നാം നല്ലവണ്ണം മനസ്സിലാക്കുക. ഇവിടെ അനവധി ദുരുപദേശങ്ങൾ വളർന്നു വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച അധികാരം ഉള്ളവർക്കാണ് സ്നാനപ്പെടുത്തുവാനുള്ള അവകാശം ഉള്ളൂ. അത് കർത്താവിൽ നിന്ന് അപ്പോസ്തലന്മാരും അപ്പോസ്തോലിക പിതാക്കന്മാരും തുടർന്ന് അപ്പോസ്തോലിക ശിഷ്യന്മാരും പിതാക്കന്മാരും കൈവപ്പിലൂടെ പ്രാപിച്ച കർത്താവിൻ്റെ അധികാരമാണ്. ആരും സ്വയമേവ എടുത്ത ഒരു അധികാരത്തിലൂടെ കർത്താവിന് പ്രതിനിധിയായി അംബാസഡറായി നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. അപ്പോസ്തലന്മാർ പറയുന്നത് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സ് ആകണമെങ്കിൽ അത് കർത്താവ് തന്നെ അവരെ നിയോഗിക്കണം. കർത്താവ് നിയോഗിക്കുന്നതാകട്ടെ ബർന്നബാസിനെയും സൗലിനെയും വിളിച്ച വിളിക്ക് വേർതിരിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവ് സഭയോട് കൽപ്പിക്കുകയും സഭ വഴി
അവരെ ആ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുകയും ചെയ്യുന്നതാണ് ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു അധികാരം ഇന്നുള്ള ഒരു പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്കും പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകൾക്കൊന്നും ഇതില്ല എന്നുള്ളത്, ഈ കൈവപ്പിലൂടെ ലഭിച്ച അപ്പസ്തോലിക അധികാരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ മറികടക്കുവാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിന് സ്നാനപ്പെടുത്തുവാൻ അന്യഭാഷാ വരം ലഭിച്ചാൽ മതി എന്ന് അവർ വ്യാഖ്യാനമുണ്ട്. ഇത് വേദപുസ്തകത്തിൽ എവിടെയും സാക്ഷ്യപ്പെടുത്താത്തതായ ഒരു പൊളിവചനമാണ്. അതുകൊണ്ട് ആ വ്യാഖ്യാന പ്രകാരം ഓരോരുത്തരും എനിക്ക് അഭിഷേകം ലഭിച്ചു, അന്യഭാഷയുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരും സ്വയം എഴുന്നേറ്റ് കർത്താവിൻ്റെ ശുശ്രൂഷ നടത്തുന്നത് ദുരുപദേശമാണ്. കർത്തൃ കൽപ്പന നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഈ കൽപ്പനയുടെ പൂർണ്ണരൂപം നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് പറയുന്നത് സകല ജാതികളെയും, എല്ലാ നേഷൻസ്, സകല തലമുറയെയും സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുക എന്നതാണ്. സ്നാനപ്പെടുത്തി ശിഷ്യരാക്കുക എന്ന കർത്തൃകൽപ്പനയെ വിശ്വാസം ഏറ്റുപറഞ്ഞ് ശിഷ്യപ്പെടുത്തുക എന്ന പെന്തക്കോസ്ത് വിഭാഗങ്ങൾ തിരുത്തി പഠിപ്പിക്കുകയും അങ്ങനെ നിർബന്ധിക്കുകയും ചെയ്യുക വഴി കർത്തൃകൽപ്പനയിൽ ഒരു ദുരുപദേശം കടന്നുകൂടിയിരിക്കുന്നു. വീണ്ടും സ്നാനപ്പെടുത്തി വിശ്വാസം പഠിപ്പിക്കണം എന്ന കർത്തൃവചനം വ്യക്തമാക്കിയിരിക്കെ വിശ്വാസം പഠിച്ച് ഏറ്റുപറഞ്ഞ് മനസാന്തരം വന്ന് സ്നാനമേൽക്കണമെന്ന് ഈ സഭ പഠിപ്പിക്കുന്നു. അവ വിശ്വാസത്തിൽ വന്നവർക്ക് മാത്രം സ്നാനം നൽകുന്നു എന്നുള്ളതാണ്. എന്നാൽ കർത്താവിൻ്റെ കൽപ്പന സ്നാനപ്പെടുത്തി ശിഷ്യപ്പെടുത്തുകയും അവരെ വിശ്വാസം പഠിപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ വിശ്വാസത്തിൽ വന്നവരെ സ്നാനപ്പെടുത്തണം എന്ന് ഒരു നിലപാട് ഈ പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ സ്വീകരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതലുള്ളതായ കൂട്ടിച്ചേർക്കപ്പെട്ടതും ആദിമ കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളിൽ ഇല്ലാതിരുന്നതും നവീകരണ ചിന്താഗതിക്കാർ വേദപുസ്തകത്തിൽ അധികമായി കൂട്ടിച്ചേർത്തതുമായ ഈ വചനത്തെ അടിസ്ഥാനമാക്കിയാണ്. അവിടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന വചനത്താൽ കർത്തൃവചനത്തെ അവർ അപ്രസക്തമാക്കി മാറ്റുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞത് സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി ഉപദേശിക്കുക എന്ന മർക്കോസിൻ്റെ തിരുത്തി ഉണ്ടാക്കിയ കൂട്ടിച്ചേർക്കപ്പെട്ട വചനത്തിലാകട്ടെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുക എന്നുള്ള പ്രമാണത്തിലേക്ക് അത് മാറിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാകണം. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇങ്ങനെ സ്നാനത്തെക്കുറിച്ചുള്ള പല ഉപദേശങ്ങളും ഒരു ദുരുപദേശമായി പഠിപ്പിക്കുകയും അതാണ് ശരിയായ വചനം, സത്യം അതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് അനേകരെയും നിത്യജീവൻ്റെ വചനത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോവുകയാണ് ഈ പ്രൊട്ടസ്റ്റന്റ് സഭ വിഭാഗങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ ഒരു സഭ കൂടെ ഉണ്ടായിട്ടുണ്ട്. അവർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനം. കാരണം വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ കാരാഗ്രഹത്തിൽ കിടന്ന ആളുകളോട്, പ്രമാണിയോട് ഒക്കെയും പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീനെന്ന്. ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ തർക്ക വിഷയമാണ്. ക്രിസ്തുവിൻ്റെ നാമം എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് വിവരദോഷമാണ്. ഇതിൻ്റെ എബ്രായ ഗ്രീക്ക് മൂലഭാഷയിൽ ഇംഗ്ലീഷ് നെയിം എന്ന് കൊടുത്തിരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലെന്നും അതേപോലെ തന്നെ ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ എന്നുമാണ് ആ വാക്കിന് അർത്ഥമുള്ളൂ. അവിടെ അതിനെ ഈ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന ആ മലയാള തർജ്ജിമയുടെ തെറ്റായിരിക്കുന്ന ഒരു നിലപാടിലൂടെ അനേകരും ഇന്ന് കർത്തൃവചനം ലംഘിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ സ്നാനം കഴിക്കുക എന്നുള്ളതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന ഒരനുഭവം അങ്ങനെ ചെയ്യുന്ന സഭാവിഭാഗങ്ങളുണ്ടായിരിക്കും.
ഇതെല്ലാം വേദപുസ്തകത്തിൻ്റെ കേവല മലയാള പരിഭാഷയെ മാത്രം പിൻപറ്റുന്നവർക്ക് പറ്റുന്ന അബദ്ധങ്ങളും അവരുടെ യുക്തി മണ്ഡലത്തിൽ വരുന്ന പാകപ്പിഴകളുമാണ്. അടിസ്ഥാന വിശ്വാസം എന്താണെന്ന് പഠിക്കാതെ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വന്ന് കൂടുന്ന കാര്യമാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 19 അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ, വിശുദ്ധ മത്തായി 19:14 മുതലുള്ള വാക്യങ്ങൾ, ശിശുക്കളെ തൻ്റെ അടുക്കൽ വരുന്നതിനെ തടയരുത് എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. കാരണം സ്വർഗരാജ്യം ഇവർക്കുള്ളതാണ്. ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശമുള്ള നിർമ്മല ഹൃദയസ്ഥരായ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്ന് വിലക്കരുത്. ശിശുക്കൾക്ക് സ്നാനം വിലക്കുമ്പോൾ ഈ വചനം ലംഘിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതും അവ തിരിച്ചറിയാതെ പോകുന്നു. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നാണ് തങ്ങളിൽ ആരാണ് വലിയവനെന്ന ചോദ്യത്തിൻ്റെ പരിസമാപ്തിയായി ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിച്ചത്. മത്തായി 18:3. കുഞ്ഞുങ്ങൾക്ക് പാപമില്ലാതിരിക്കെ അവർ വളർന്ന് പാപം ചെയ്ത് പാപത്തെ സംബന്ധിച്ചുള്ള മാനസാന്തരമുണ്ടായി അത് ഏറ്റുപറഞ്ഞാലേ അവർ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നത് ഒരു പൈശാചിക ഉപദേശമല്ലാതെ അതൊരു ദൈവിക വിശ്വാസ വചനമായി ഉൾക്കൊള്ളുവാൻ ആർക്കും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പാപമില്ലാത്ത കുഞ്ഞുങ്ങൾ സ്നാനം സ്വീകരിക്കുവാൻ, അവർക്ക് സ്നാനം നൽകുവാൻ, അവരെ ക്രിസ്തുവിനോട് അടുത്ത് കൊണ്ടുവരുവാൻ, സ്നാനത്തിലൂടെ ക്രിസ്തുവുമായി ഒന്നായി ചേരുവാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന ഏത് വചനവും ഏത് വിശ്വാസവും അത് ദുരുപദേശവും പൈശാചികമായ ഉപദേശവുമാണ് എന്ന് ലജ്ജ കൂടാതെ ധൈര്യമായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സ്നാനത്തെക്കുറിച്ച് ഞാനിപ്പോൾ വിശ്വാസം അറിഞ്ഞു, സത്യം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിത്യജീവൻ്റെ വചനം വിട്ട് കർത്തൃവചനം മറന്ന് അതിനെതിരായി പോകുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വചനത്തിങ്കിലേക്ക് കർത്തൃകൽപ്പനയിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവിനോട് സത്യം വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതും ഉറപ്പാണ്. ഇതേ സമയം എന്നെ കേട്ട എല്ലാവർക്കും സ്നേഹവന്ദനം. തണ്ണിക്കുടച്ച്.